ഇപ്പോൾ നമുക്ക് കാണാം ഒരു വാഹന വ്യൂഹം ഒരു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും വാഹന വ്യൂഹം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തൊട്ടടുത്തുള്ള മുഖ്യമന്ത്രി ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു, മെഡിക്കൽ കോളേജിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വന്ന് ഇവിടെയുള്ള ഡോക്ടർമാരും സൂപ്രണ്ടുമാരും അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജുണ്ട്, ആരോഗ്യമന്ത്രിയുണ്ട്, മന്ത്രി വി എൻ വാസവനുണ്ട്, അവരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പുറത്ത് സംസാരിക്കും. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും ഈ ഒരു സ്ഥിതിഗതി എന്താണ് ഇവിടെ സംഭവിച്ചത്, അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി കൃത്യമായി വിലയിരുത്തും. അതിനുശേഷം ഒരു മറുപടി ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർണായകമായിട്ടുള്ള വലിയ സംഭവങ്ങളാണ് നടന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. രാവിലെ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം തുടങ്ങിയ ഉടൻ തന്നെയായിരുന്നു ഈ സംഭവം നടന്നത്. ആ സംഭവം നടന്ന സമയത്ത് തന്നെ രണ്ട് മന്ത്രിമാരെ ഇവിടേക്ക് പറഞ്ഞു വിട്ടു, ഈ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. വലിയ രീതിയിലുള്ള സമരങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. ആ ഒരു പശ്ചാത്തലത്തിലാണ്, ഇത് രാഷ്ട്രീയമായി പ്രതിപക്ഷം എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് കൂടി എത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതൊരു രാഷ്ട്രീയമായി വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം ആദ്യം 2 പേർ മാത്രമാണ് ഈ അപകടത്തിൽപ്പെട്ടത്, അവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിവരമായിരുന്നു വന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന തലയോലപ്പറമ്പുകാരി മരണപ്പെടുന്നു. ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവരുടെ മൃതദേഹം കണ്ടെടുക്കുന്നു. അത് ആകപ്പാടെ കാര്യങ്ങളെ മാറ്റിമറിച്ചു. അത്തരത്തിൽ വലിയ പ്രതിഷേധം, അതിനെതിരെ